വിജയത്തിന്റെ തൊട്ടടുത്തെത്തിയതറിയാതെ പിന്മാറിയതാണ് പരാജിതരുടെ പരാജയത്തിന്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന്. നമുക്കതൊരു മഹത്തായ സംഭവം തന്നെ ഉദാഹരണമാക്കിക്കൊണ്ട് അതൊന്ന് സാധൂകരിക്കാം, പരിശോധിക്കാം. വളരെ കാലം മുമ്പ് ഭൂമിക്കടിയിൽ സ്വർണമുണ്ടോ, സ്വർണ്ണ അയിരുണ്ടോ, സ്വർണത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്ന് കണ്ടെത്താൻ അറിയുന്ന ഒരു വ്യക്തി അതിനുള്ള സാങ്കേതിക വിദ്യ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ സാങ്കേതിക വിദ്യ അറിയുന്ന ഒരു വ്യക്തി ഒരിടത്ത് ഭൂമിക്കടിയിൽ സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും അവിടെ മൈനിങ്, ഖനനം ആരംഭിക്കുന്നതിനായി അതിനുള്ള മൈനിങ് സാമഗ്രികളും ആ ഭൂമി ലീസിനെടുക്കുക, വാങ്ങിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കായി തൻ്റെ ആസ്തിയിൽ പകുതി വിറ്റ് അവിടെ ഖനനം ആരംഭിച്ചു. പക്ഷേ പ്രതീക്ഷിച്ച സമയത്തോ പ്രതീക്ഷിച്ച ദൂരങ്ങളിലോ പ്രതീക്ഷിച്ച ആഴങ്ങളിലോ പ്രതീക്ഷിച്ച ഇടങ്ങളിലോ ഒന്നും സ്വർണം കണ്ടെത്താനാവാതെ അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടു. കാരണം ആ മൈനിങ് തുടരേണ്ടതിന് ആവശ്യമായിട്ടുള്ള ബാക്കപ്പ്, സാമ്പത്തികവും മറ്റു കാര്യങ്ങളും എല്ലാം തീർന്നു പോകുന്നു. പക്ഷെ അദ്ദേഹം അവിടെ തൻ്റെ സാങ്കേതിക വിദ്യയിൽ വിശ്വാസമുണ്ടായിരുന്ന അദ്ദേഹം അവിടെ സ്വർണം കണ്ടെത്തിയാൽ അതെല്ലാം പരിഹരിക്കാൻ കഴിയുമല്ലോ എന്നുള്ള ആ ധാരണയോടെ വീണ്ടും എല്ലാവരുടെയും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട്, വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സ്നേഹപൂർവ്വം അല്ലാത്തതുമായിട്ടുള്ള എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് തൻ്റെ ബാക്കി ആസ്തി കൂടെ വിറ്റതിന് ശേഷം അദ്ദേഹം വീണ്ടും ആ മൈനിങ് പുനരാരംഭിക്കുകയാണ്. പക്ഷെ അപ്പോഴും വീണ്ടും ഏറെ ആഴങ്ങളിലേക്ക് ഏറെ ദിവസങ്ങൾ മൈനിങ് നടത്തിയിട്ടും പ്രതീക്ഷിച്ച ഇടങ്ങളിലൊന്നും സ്വർണം കണ്ടെത്താനാവാതെ അദ്ദേഹം വീണ്ടും ബുദ്ധിമുട്ടിപ്പോയി. കാരണം അദ്ദേഹത്തിൻ്റെ സാങ്കേതിക വിദ്യയിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്, ഇവിടെ സ്വർണ്ണമുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. പക്ഷേ ഇനിയും മൈനിങ് തുടരണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളില്ല. പണവും തീർന്നുപോയി, മൈനിങ് തൊഴിലാളികൾ, അങ്ങനെ ഒരുപാട് ചിലവുകളുള്ളതാണ്. പക്ഷേ അദ്ദേഹം വീണ്ടും എല്ലാവരുടെയും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട്, പലരും വളരെ രൂക്ഷമായി എതിർക്കാൻ തുടങ്ങി. ഇത് ആവശ്യമില്ലാത്ത പണിയാണ്, ഇനിയും സമ്പത്ത് നശിപ്പിക്കരുത് തുടങ്ങി അത്തരം എതിർപ്പിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പറ്റാവുന്നവരിൽ നിന്നെല്ലാം കടം വാങ്ങിച്ചും അദ്ദേഹം വീണ്ടും ഖനനം പുനരാരംഭിച്ചു. വീണ്ടും ദിവസങ്ങൾ മൈനിങ് ചെയ്തിട്ടും ഖനനം ചെയ്തിട്ടും പ്രതീക്ഷിച്ച ആഴങ്ങളിലും ദൂരങ്ങളിലും അദ്ദേഹത്തിന് സ്വർണം കണ്ടെത്താനായില്ല. അദ്ദേഹം വീണ്ടും വിഷമിച്ചു പോയി. പക്ഷേ കുടുംബം കൂടി നഷ്ടപ്പെടുമെന്നായപ്പോൾ, എല്ലാവരും എതിർക്കാൻ തുടങ്ങി, കുടുംബം കൂടി നഷ്ടപ്പെടുമെന്നായപ്പോൾ അദ്ദേഹം ആ ഖനനം നിർത്തിവെച്ച് സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അതിനുശേഷം മറ്റൊരു വ്യക്തി ആ ഖനി ഏറ്റെടുക്കുകയും ഖനനം ആരംഭിച്ച് 1.5 അടി 1.5 ഫീറ്റ് ഖനനം കുഴിച്ചപ്പോൾ തന്നെ സ്വർണം കണ്ടെത്തുകയും ചെയ്തു. വിഖ്യാതമായ കൊളറാഡോ ഖനിയുടെ ഉത്ഭവമാണിത്. വിഖ്യാതമായ കൊളറാഡോ ഖനി തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പാഠം എന്താണ്? വിജയത്തിൻ്റെ തൊട്ടടുത്തെത്തിയതറിയാതെ പിന്മാറിയതാണ് പരാജിതരുടെ പരാജയത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ്, പ്രധാനപ്പെട്ട പരാജയ കാരണങ്ങളിൽ ഒന്ന്. അപ്പോൾ നിങ്ങൾക്കും ഇതിൽ നിന്ന് ചെയ്യാൻ കഴിയുന്നത് എന്തെന്നാൽ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു മേഖലയിലാണ് നിങ്ങളുള്ളതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള പ്രതീക്ഷയുള്ള സാധ്യതയുള്ള ഒരു മേഖലയിൽ ഇറങ്ങിത്തിരിച്ചതിന് ശേഷം നിരാശപ്പെട്ടുകൊണ്ട് പിന്മാറുകയല്ല പ്രതിവിധി. പ്രത്യേകിച്ച് ഇമോഷണലായി, വൈകാരികമായി മറ്റുള്ള ആളുകളുടെ വാക്കുകളും എതിർപ്പുകളും കേട്ടുകൊണ്ട് അവിടെ പിന്മാറുകയല്ല വേണ്ടത്. വീണ്ടും ഒരിക്കൽ, പ്രത്യേകിച്ച് ഇമോഷണലി, വൈകാരികമായി നിരാശ ബാധിച്ചുകൊണ്ട് പിന്മാറുകയല്ല വേണ്ടത്. ഒരിക്കൽ കൂടെ പരിശ്രമിക്കാനുള്ള മനസ്സ് തന്നെയാണ് വിജയികളെല്ലാം വിജയികളാക്കി തീർത്തത്. വിജയത്തിൻ്റെ തൊട്ടടുത്തെത്തിയതറിയാതെ പിന്മാറിയതാണ് പരാജിതരുടെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന കാരണങ്ങളിലൊന്ന്.